ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ കൊണ്ടുള്ള ഒരു ഡിഷാണ്, മത്തങ്ങ തോരൻ. അപ്പോൾ നമ്മൾ സാധാരണ മത്തങ്ങ കൊണ്ട് മത്തങ്ങ പായസം ഉണ്ടാക്കും, മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കും, മത്തങ്ങ തോരൻ അധികം പേരും ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം മത്തങ്ങ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് കണ്ടാലോ. അപ്പം എൻ്റെ കയ്യിലൊരു വലിയൊരു മത്തങ്ങയാണുള്ളത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് അവരുടെ ഗാർഡനിൽ ഉണ്ടായ അവരുടെ മത്തങ്ങ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പം ഇത് വെച്ചാണ് ഞാനിന്ന് നമ്മുടെ ഒരു മത്തങ്ങ തോരൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ. മുമ്പേ ഇതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട് ഒരു മത്തങ്ങ തന്നിരുന്നു. അന്നാണ് ഞാൻ ഒരു മത്തങ്ങ പച്ചടി ഇട്ടിട്ടുണ്ട്. ആ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഞാൻ നമ്മുടെ മത്തങ്ങയെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ തോരനാണല്ലോ വെക്കുന്നത്, അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി തോരൻ വെക്കുക. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച മത്തങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് വേവിക്കാൻ വെക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്, കാരണം നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ടെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. വെള്ളവും ഒരുപാട് ഒഴിക്കണ്ട. നമുക്ക് മത്തങ്ങയ്ക്കകത്ത് നിന്ന് എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങി വരും. പിന്നെ അതുപോലെ ഒരുപാട് ഒഴിച്ചാൽ കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കണം. ഇനി ഇതൊരു ചെറിയ തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, ഇതിലേക്ക് പച്ചമുളകും കൂടി ഇടണം. ഞാനൊരു 3-4 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ചിലവർ തോരനൊക്കെ വെക്കുമ്പം പച്ചമുളക് ഈ തേങ്ങ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചതയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുളകിൻ്റെ ആ പച്ച ചുവ അങ്ങോട്ട് മാറാത്ത പോലെ തോന്നും. അതുകൊണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ തോരനൊക്കെ വെക്കുമ്പം പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പോൾ ഇട്ടില്ലെങ്കിലും നമ്മൾ അരപ്പിൻ്റെ കൂടെ അരപ്പൊന്ന് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാലും മതി, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ എത്ര എടുത്താലും തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏത് തോരനായാലും തേങ്ങ കൂടുതൽ എടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഒരു 2 നുള്ളു ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചതയ്ക്കാം. നമ്മളിപ്പം ഇടാഞ്ഞതെന്ന് പറഞ്ഞാൽ മത്തങ്ങ വേവിക്കാൻ വെച്ചതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അരപ്പിനകത്ത് ഇടാഞ്ഞത്. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് വിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മത്തങ്ങ എന്തായെന്ന് നോക്കാം. മത്തങ്ങയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്.
മത്തങ്ങ ഉടയുണ്ട വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളവും വറ്റിയിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ ഒരു ലേശം വെള്ളമില്ല, അതിപ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു യെല്ലോ കളറിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ഇതിനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു കളർ ഉണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കാരണം അരപ്പൊക്കെ ഒന്ന് വേവണമല്ലോ, അതിനുവേണ്ടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കാം. തോരൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ല റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ഒഴിച്ചാൽ മതി. പക്ഷേ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്, മത്തങ്ങ തോരൻ. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു തോരൻ മാത്രം മതി ചോറ് കഴിക്കാൻ, അത്ര നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ മത്തങ്ങ കൊണ്ട് എരിശ്ശേരി ഒക്കെയാണല്ലോ വെക്കുന്നത്, പയറൊക്കെ ഇട്ട്. ഇങ്ങനെ തോരൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.